ഒപ്പം ഈ സമീപത്തെ മരങ്ങൾ അത് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഈ മരങ്ങളുടെ എല്ലാം മുകളിൽ നിന്ന് ഇപ്പോഴും പുകയുയരുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലെ ശിഖരങ്ങളൊക്കെ ഒരുപക്ഷെ താഴേക്ക് വീഴാവുന്ന സാഹചര്യമുണ്ട്. സമീപത്തൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. ഇപ്പോൾ വിവരം അറിഞ്ഞെത്തിയ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് ഈ അപകടത്തെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിമരുന്നുമായി വന്ന വാഹനത്തിൽ നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് കൂടാതെ സമീപത്ത് മറ്റു ചില പടക്ക നിർമ്മാണ ശാലകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തൃപ്പൂണിത്തറ ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ അവിടങ്ങളിലെല്ലാം നിന്ന് തന്നെ പടക്കങ്ങൾ നിർമ്മിക്കുകയും അത് ആ ക്ഷേത്രത്തിലെ പരിപാടികൾക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, അതായത് സമീപത്തെ സ്ഥലങ്ങളിലേക്ക് ഫയർഫോഴ്സ് കൂടുതലായി അതായത് കത്തിയെരിയുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം നനച്ച് പൂർണ്ണമായും ഇനിയൊരു തീപിടുത്തത്തിനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അശ്വിൻ, കൂടുതൽ പ്രതികരണങ്ങൾ തേടുക. എന്തായാലും തൃപ്പൂണിത്തറയിൽ പുതിയ കാവ് അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പടക്ക നിർമ്മാണശാല, പടക്കം സൂക്ഷിച്ചിരുന്ന ശാല, അവിടെ ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. 2 പ്രവൃത്തികളും അവിടെ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പടക്കക്കട മാത്രമല്ല, പടക്ക നിർമ്മാണവും അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അവിടേക്ക് കൂടുതൽ പടക്കവും വെടിമരുന്നുമായി ഒരു ട്രാവലർ എത്തി. ആ ട്രാവലറിൽ നിന്ന് ഈ പടക്കവും മറ്റ് വസ്തുക്കളും പുറത്തിറക്കാൻ 4 ജീവനക്കാരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്ഫോടനം ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ അശ്വിൻ ചില പ്രതികരണങ്ങളിലേക്ക് പോകും. ഇന്ന് പുതിയകാവ് താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് ഈ കരയോഗത്തിന്റെയാണ് നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ അവരിവിടെ വാഹനത്തിൽ ഇത് കൊണ്ടുവന്ന ഘട്ടത്തിൽ വാഹനം പൊട്ടിത്തെറിച്ചാണെന്നുള്ളതാണ് വാഹനത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ അനുമാനം, ഇപ്പോഴത്തെ അനുമാനം. ഇപ്പം ഇതിന്റെ കരാറുകാരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ നമ്മുടെ കരയോഗത്തിന്റെ ആളുകളെ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെയുള്ള നമുക്ക് പരിക്കേറ്റു എന്ന് കാണുന്ന 6 പേരെയും നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചു. 6 പേർക്കാണ് പരിക്ക് എന്നാണ് അനുവാദം. പിന്നെ മറ്റുള്ളവർക്ക് വീടുകളിലുള്ളവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആ പരിക്കേറ്റിട്ടുള്ള ആൾക്കാരെ നമ്മളിപ്പോൾ വീടുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. അതിന്റെ എണ്ണം കൃത്യമല്ല. ചിലർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ചെറിയ പരിക്കുകളെല്ലാം ഉള്ളവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പരിക്കേറ്റ 6 പേരിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് കേൾക്കുന്നു. അതൊന്ന് ചോദിക്കാമോ? വിവരം നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ മാത്രമേ നമ്മുടെ ഈ മൊത്തം സെർച്ചിങ് എല്ലാം നടത്തി. പരിക്കേറ്റ 6 പേരിൽ സ്ത്രീയുണ്ട്. സ്ത്രീ വീട്ടിലുള്ള സ്ത്രീയാണ്, വീട്ടിലുള്ളവരാണ്, അല്ലാതെ ഇവിടെ പണിയെടുക്കുന്ന സ്ത്രീയല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അനുമാനം. മുഴുവൻ പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പോൾ ഈ എണ്ണം നമുക്ക് കിട്ടണം. എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ എണ്ണം ഇതുവരെ ലഭ്യമായിട്ടില്ല. തൊഴിലാളികൾ കൂടാതെ ഈ വാഹനത്തിലെത്തിയ നമ്മളിപ്പോൾ കൊണ്ടേക്കണ 6 പേരെയാണ്. വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെയാണ് ആയിരിക്കാം. അത് ആ സമയത്ത് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. സമയം അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് സാമഗ്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന വാഹനമാണ്. അതിനാണ് സംഭവിച്ചിട്ടുള്ളത്. വീടുകളിൽ നല്ല പരിക്ക് വന്നിട്ടുണ്ട്. അത് എണ്ണ എടുത്തിട്ടില്ല. എണ്ണ എടുക്കണോ അത് ചുറ്റുവട്ടമുള്ള വീടുകൾ തന്നെയാണ്. ഇത് ഉത്സവത്തിന് മാത്രമേ ഇവിടെ അങ്ങനെ ഇത് സ്റ്റോർ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇല്ല സമീപത്ത് സൂക്ഷിക്കുന്നതാണ്. ഇത് ഇന്നാണ് വെടിക്കെട്ട്. അപ്പോൾ വെടിക്കെട്ടിനുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് സ്റ്റോർ ചെയ്ത് അങ്ങ് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അവിടെ പരസ്യമായിട്ട് അവിടെ വെക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി വെക്കുന്നതാണ്. വേണു, അങ്ങനെയാണ്. അതായത് 6 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി അവർ മനസ്സിലാക്കിയത്. അങ്ങനെ 6 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊരു സ്ത്രീ ഉണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ആ വീടിനുള്ളിൽ തീ പടരുന്ന ഒരു ആശങ്കാജനകമായ സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ രാഹുൽ സുദേവ് ഒന്ന് സൂം ചെയ്താൽ കാണാം. ആ വീടിനുള്ളിൽ നിന്ന് വലിയ തോതിൽ പുകയുയരുന്നുണ്ട്. അവിടേക്ക് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട്. അതിനുള്ളിൽ ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പടക്കക്കടയോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് വീണ്ടും തീ ആളിക്കത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. അത് ഒരു വീടാണ്. ആ വീട്ടിൽ ആളുകളുണ്ടോ, അവരെ മാറ്റിയോ എന്നുള്ള കാര്യത്തിൽ പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ആളി കത്തുന്ന തീ വീണ്ടും അണയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഫയർഫോഴ്സ് പോവുകയാണ്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് വലിയ തോതിൽ പരിക്ക് പറ്റിയൊരു കെട്ടിടമാണ്. വലിയ തോതിൽ ബലക്ഷയമുള്ളൊരു കെട്ടിടമാണ്. അതിനകത്ത് ആളുകളെ പൂർണ്ണമായി മാറ്റിയെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എന്തായാലും കുറച്ചു മുമ്പ് കേട്ട പ്രതികരണത്തിൽ നിന്നും 6 പേർക്കാണ് പരിക്കേറ്റത്. അതായത് ഈ ഗ്രൗണ്ടിലുണ്ടായിരുന്ന 6 പേർക്കാണ് പരിക്കേറ്റത്. അതിലൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ സമീപത്ത് വീട്ടിലുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ 6 പേർക്കാണ് പരിക്കേറ്റത്. ഒപ്പം വീടുകൾക്കകത്ത് ഉണ്ടായിരുന്ന ആളുകൾക്ക് ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് എത്ര പേരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു എണ്ണം ലഭിച്ചിട്ടില്ല. എന്തായാലും പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നേരിയ പരിക്കുകളേറ്റ, അതായത് ഈ ചിതറിച്ചെറിച്ച കഷ്ണങ്ങളൊക്കെ കൊണ്ട് പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും വീടുകളിൽ തന്നെ തുടരുന്നവരുണ്ട്. അവരടക്കം എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള എണ്ണത്തിൽ അല്പസമയത്തിനുള്ളിൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് നേരത്തെയുള്ള കൗൺസിൽ അടക്കമുള്ള ആളുകൾ പ്രതികരണം നടത്തിയതുപോലെ ഇന്ന് തൃപ്പൂണിത്തറ അമ്പലത്തിൽ വൈകുന്നേരം നടക്കുന്ന വെടിക്കെട്ടിന് വേണ്ടി കൊണ്ടുവന്ന സാധന സാമഗ്രികളുമായി എത്തിയ അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തറ പുതിയ കാവിൽ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. അവിടെ താലപ്പൊലി അടക്കമുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം
വെടിക്കെട്ടുണ്ട്. അതിനുള്ള കരിമരുന്ന് ശേഖരമാണ് ഈ പുതിയകാവ് അമ്പലത്തിനടുത്തുള്ള സ്ഥലത്ത് എത്തിച്ചത്. അതൊരു ടെമ്പോ ട്രാവലറിലാണ് എത്തിച്ചത്. അവിടെ നിന്ന് ആ ഷെഡിലേക്കും ചെറിയൊരു കെട്ടിടത്തിലേക്കും ഈ കരിമരുന്ന് സാമഗ്രികൾ ഇറക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. 6ഓളം പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. 2 പേരുടെ പരുക്ക് ഗുരുതരമാണ്. അവിടെ ജീവനക്കാരായിരുന്നവരും പിന്നെ സമീപവാസികളുമായവർക്കുമാണ് പരിക്കേറ്റത്. സമീപവാസിയായ ഒരു സ്ത്രീ അടക്കമാണ് പരിക്കേറ്റവരിലുള്ളത്. ഇവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 2 വാഹനങ്ങൾ കത്തിയമർന്നു. ഒന്ന് വെടിമരുന്നുമായി വന്ന ടെമ്പോ ട്രാവലറാണ്. അതിലെ ഡ്രൈവർ അടക്കമുള്ളവർ എവിടെ, അവർക്ക് എന്തു പറ്റി എന്നതിനെ പറ്റിയൊന്നും നാട്ടുകാർക്ക് ഒരു രൂപവുമില്ല. തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനവും പൂർണ്ണമായും കത്തിയമർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആരും അന്വേഷിച്ച് വരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ. എന്നാൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. എങ്ങനെയാണ് ഇത്ര ഉഗ്രസ്ഫോടനം ഉണ്ടായത്? പടക്ക നിർമ്മാണശാലയല്ല എന്ന് നാട്ടുകാർ ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെ ചില പ്രതികരണങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇവിടെ ഈ കരിമരുന്ന് സാമഗ്രികൾ സ്റ്റോക്ക് ചെയ്യുന്ന മാത്രം സ്ഥലമാണ്. കാരണം പുതിയകാവ് അമ്പലത്തിൽ അത് പൊതുവായി വെക്കാൻ കഴിയില്ല, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സമീപത്തുള്ള ഷെഡിലും കെട്ടിടത്തിലുമായി ഇത് ശേഖരിച്ചു വെക്കുക, സമയമാകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോവുക, അത്തരം നടപടികളാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനു മുൻപാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. അശ്വിൻ പാലാഴിയിലേക്ക് വീണ്ടും നമ്മളിതെല്ലാം പൊട്ടി തകർന്ന് നമ്മൾ അവിടെ വന്നപ്പോൾ ഒരാൾ അതിൻ്റെ താഴത്താണ് കിടന്നിരുന്നത്, ഒരാൾ ഇതിൻ്റെ താഴത്ത് ഇവിടെ വീണ് കിടന്നിരുന്നു, ഒരാൾ അവിടെ കിടന്നിരുന്നു, ഒരാൾ അപ്പുറത്തായിരുന്നു. അങ്ങനെ 5 പേരെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി ചെയ്തു. വേണു ഫയർ സ്റ്റേഷൻ ഓഫീസറാണ് സംസാരിക്കുന്നത്. അദ്ദേഹമാണ് ആദ്യം ഇവിടെ എത്തുന്നത്. അതെ, 5 പേരാണ്. അതിൽ ഒരാളുടെ നില ഇവിടെ ആ ഭാഗത്ത് കിടന്നയാളുടെ നില ഒരല്പം ഗുരുതരമാണ്. വീടുകളിൽ പരിക്കേറ്റ ആളുകളുണ്ടായിരുന്നു. വീടുകളിലേക്ക് ആൾക്കാർ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചില രീതിയിലൊക്കെ ഇത് പൊട്ടി വീണിട്ടുള്ള പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. വാഹനത്തിൽ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾക്കാണോ ആദ്യം തീ? വാഹനത്തിൽ കൊണ്ടുപോകല, ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഒന്നും വ്യക്തമല്ല. ഇത് ദേവസ്വത്തിന്റെ പറമ്പാണ്. ഈ ദേവസ്വത്തിന്റെ പറമ്പിൽ സ്റ്റോർ ചെയ്തിരുന്നതാണ് നമ്മൾ അനുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും നശിച്ചു. ഇല്ല, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അനുമാനിക്കുന്നത്. കാരണം അത്രയും പൂർണ്ണമായിട്ട് തിരിഞ്ഞു, വാഹനം തലകീഴായി മറിഞ്ഞു കിടക്കുകയാണല്ലോ. വാഹനത്തിന്റെ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും ആരുമില്ല, അങ്ങനെ ഒന്നും അറിയില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇൻഫർമേഷൻ ഉള്ളൂ. വാഹനത്തിനുള്ളിൽ ആരും ഇല്ലായിരുന്നു. വാഹനത്തിനുള്ളിൽ ആളില്ല. ചെറിയ ആളുകൾ പുറത്ത് ചെറിയ അവസ്ഥയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ വേണു, അങ്ങനെയാണ് 5 പേർക്കാണ് ഇവർ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുമ്പോൾ 5 പേർക്കാണ് പരിക്കേറ്റിരുന്നത് എന്നുള്ളതാണ് ഫയർ ഓഫീസർ 24 ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 5 പേരെയും ആദ്യഘട്ടത്തിൽ ഇവർ പുറത്തിറക്കി. അതിനുശേഷം ഒരാൾ, ഈ 6 പേർക്ക് പരിക്കേറ്റു എന്നാണ് അല്പസമയം മുമ്പ് കൗൺസിലർ പറഞ്ഞത്. അതിലൊരാൾ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ സമീപത്തെ വീട്ടിലുണ്ടായിരുന്നതാണ്. അവർക്കാണ് ഈ 6ാമതായി പരിക്കേൽക്കുന്നത്. വേണു അല്പസം മുമ്പ് ചോദിച്ച ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആ സ്ത്രീയാണ്, സമീപത്തെ വീട്ടിലുള്ള ആളാണ്. അങ്ങനെ ഈ പടക്ക നിർമ്മാണശാലയിൽ 5 പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ആധികാരികമായ വിവരമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യമായി ഇവിടേക്ക് രക്ഷാപ്രവർത്തനം നടത്താനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങൾ, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസറടക്കം പറയുന്നത്. അങ്ങനെ എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. വാഹനത്തിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, അതായത് കത്തിയെരിഞ്ഞ വാഹനത്തിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വ്യക്തത കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് ഇന്നലെ മുതൽ തന്നെ ഒരുപക്ഷെ ഈ വാഹനം ഇവിടെ, ഈ സാധന സാമഗ്രികളുമായി ഈ വാഹനം ഇവിടെ എത്തിയതാവാം. അതിനുശേഷം ഇന്ന് നിർമ്മാണ സാമഗ്രികൾ ഇതിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. എന്തായാലും വാഹനത്തിനുള്ളിൽ ഡ്രൈവറോ സഹായിയോ ആരും വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. ഒപ്പം ഈ സ്ഥലത്ത് 5 പേരാണ് ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലായി ആളുകൾ ചിതറിക്കിടക്കുകയായിരുന്നു. അതിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരാണ് ആദ്യഘട്ടത്തിൽ ഈ ആളുകളെ സ്റ്റേഷനിലേക്കൊക്കെ എത്തിച്ചത്. അതിനുശേഷം പോലീസ് അടക്കമുള്ള കൂടുതൽ സന്നാഹങ്ങൾ ഇവിടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഏറ്റവും കൺഫേംഡ് ആയിട്ടുള്ള വിവരമാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഈ കാണുന്ന പ്രദേശത്തടക്കം കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. ആ കാണുന്ന പൈപ്പുകളൊക്കെ ഇത്തരത്തിൽ പടക്ക സാമഗ്രികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അതിൽ കുറ്റികൾ നിറച്ചാണ് അത് നിർമ്മിക്കുന്നത്. ആ സാധനങ്ങളടക്കം സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ ഷെഡ് ആ ഭാഗത്തുണ്ടായിരുന്നു. ആ ഷെഡിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒപ്പം സമീപത്തൊരു വീട് കാണാം, വീടും ഏകദേശം തകർന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളും ഒപ്പം മേൽക്കൂരയും എല്ലാം തകർന്ന് തെറിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന റൂഫിൻ്റെ അവശിഷ്ടങ്ങളാണ് താഴെ വീണ് ചിതറിക്കിടക്കുന്നത്. ഒപ്പം സമീപത്തുള്ള ഈ 3 വീടുകളും ഏകദേശം വലിയ തോതിൽ തന്നെ തകർന്നിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
അവിടെ നിന്നെല്ലാം ആളുകളെ ഇപ്പോൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. കാരണം ആ കെട്ടിടങ്ങളിലെ എല്ലാം സ്ഥിതി എന്താണ്, നിലവിലെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ കൂടുതലായി അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ നൽകിയ പ്രതികരണത്തിലെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അവരുടെ വീട് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു 200 മീറ്റർ അപ്പുറത്താണ്. അവരുടെ തലയിലേക്ക് ജനൽ ചില്ലുകൾ തകർന്ന് അത് തുളച്ചു കയറിയതിൻ്റെ ചോരപ്പാടുകൾ നമുക്ക് കാണാമായിരുന്നു. എന്തായാലും അങ്ങനെ അത്രത്തോളം ദൂരത്തിൽ ഇതിൻ്റെ ഈ പ്രത്യാഘാതം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കൂടുതലായി അഗ്നി ഉയരുന്ന സ്ഥലങ്ങളിൽ ഫയർഫോഴ്സ് ഇടപെട്ടത് വെള്ളം നനച്ച. ശരി, അശ്വിൻ പാലാഴിയാണ് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറ പുതിയകാവ് അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ശേഖരിച്ചു വെച്ച പടക്കങ്ങളും കരിമരുന്ന് വസ്തുക്കളുമാണ് പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ചില കാര്യങ്ങളിൽ വ്യക്തത നൽകിയിട്ടുണ്ട്. 6 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. ഈ 6 പേരിൽ 5 പേർ ആ കെട്ടിടത്തിൽ ഈ പറയുന്ന പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. അവരെല്ലാം ഈ സ്ഫോടനത്തിൽ 4 പാടും ചിതറി വീണു. അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരം. സമീപത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീക്കടക്കം പരിക്കേറ്റു. അങ്ങനെ 6 പേരെയാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒരാളുടെ നില ഗുരുതരം.